നിങ്ങൾ പുതിയ വീട് പണിയുന്ന ആളല്ലേ? അപ്പൊ നിങ്ങൾ പുതിയ വീട് പണിയുമ്പോൾ എന്തുകൊണ്ട് അലുമിനിയം ചൂസ് ചെയ്യണം എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് സെക്യൂർ ആണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെയാണ് അലുമിനിയം. അപ്പൊ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കൊല്ലം കഴിഞ്ഞ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താലും എത്ര കൊല്ലം കഴിഞ്ഞാലും 50% നമുക്ക് റിട്ടേൺ ആയിട്ട് സ്ക്രാപ്പിൽ കൊടുത്താൽ കിട്ടും. 2, ചെതല് എന്ന് പറഞ്ഞ ഒരു സംഭവം അലുമിനിയത്തിൽ പിടിക്കുകയില്ല. 100% ഗ്യാരണ്ടിയാണ്. നിങ്ങൾ ഏത് പ്രൊഡക്റ്റിനെ പോയാലും ഒരു 2 വർഷം കഴിയുമ്പോൾ എല്ലാം ചതല് വിളിച്ച് എല്ലാം പൊളിച്ച് മാറ്റേണ്ട സിറ്റുവേഷൻ ആണ്. ഇത് ചെതലെന്നുള്ള ഒരു സംഭവം തന്നെ ഇതിൽ പിടിക്കില്ല. 3, കസ്റ്റമൈസേഷൻ. നിങ്ങൾക്ക് ഏത് കളർ വേണോ, നിങ്ങളുടെ പെയിന്റിന്റെ കളർ അലുമിനിയം ആണോ നിങ്ങൾക്ക് കിട്ടും. ഇനി വുഡാണോ അലുമിനിയം ആണോ തിരിച്ചറിയാത്ത രീതിയിൽ വരെ അലുമിനിയത്തിന് നമുക്ക് വുഡൻ ഫിനിഷിംഗിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇത്രയും അഡ്വാൻറ്റേജസ് ഉള്ള ഒരു പ്രൊഡക്റ്റ് വേറെ മാർക്കറ്റിൽ. നിങ്ങൾ പുതിയ വീട് പണിയുന്ന ആളല്ലേ? അപ്പൊ നിങ്ങൾ പുതിയ വീട് പണിയുമ്പോൾ എന്തുകൊണ്ട് അലുമിനിയം ചൂസ് ചെയ്യണം എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് സെക്യൂർ ആണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെയാണ് അലുമിനിയം. അപ്പൊ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കൊല്ലം കഴിഞ്ഞ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താലും എത്ര കൊല്ലം കഴിഞ്ഞാലും 50% നമുക്ക് റിട്ടേൺ ആയിട്ട് സ്ക്രാപ്പിൽ കൊടുത്താൽ കിട്ടും. 2, ചെതല് എന്ന് പറഞ്ഞ ഒരു സംഭവം അലുമിനിയത്തിൽ